1.5 കോടിയിലധികം രൂപയുടെ സ്വർണ്ണാഭരണ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി പിടിയിലായത് മഹാരാഷ്ട്ര സ്വദേശി വിശ്വാസ് രാമചന്ദ്രൻ കദം. ഹാൾമാർക്ക് ചെയ്യുന്നതിന് എറണാകുളം സ്വദേശിയിൽ നിന്ന് വാങ്ങിയ സ്വർണമോ പകരം പണമോ നൽകാതെ ഇയാൾ കടന്നു കളഞ്ഞെന്നായിരുന്നു പരാതി. പ്രതി 1,80,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും പോലീസ്. തൃശൂരിൽ വായ്പ എടുത്തുതരാമെന്ന് വാഗ്ദാനം ചെയ്ത് 5 ലക്ഷം രൂപയോളം തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിലായത് തമിഴ്നാട് സ്വദേശി രവികുമാർ. പ്രതി തട്ടിപ്പ് നടത്തിയത് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട്. തൃശൂർ വിദ്യാഭ്യാസ ജില്ലാതല സംസ്കൃതോത്സവം നടന്നു. കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനിയിൽ ജില്ലാതല പെൺകുട്ടികളുടെ സബ് ജൂനിയർ ടീമിനെയും ജില്ലാതല സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ എടപ്പാൾ സബ് ജില്ലാ ടീമിനെയും ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് മലപ്പുറം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരുന്ന ലിറ്റിൽ കിക്കേഴ്സ് ഫുട്ബോൾ പദ്ധതിയിലൂടെ. മലപ്പുറം പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെൻട്രൽ എക്സിക്യൂട്ടീവ് മിഷൻ 2025 സംഘടിപ്പിച്ചു. മുൻ MLA MP വിൻസെന്റ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. CPIM പൊന്നാനി സൗത്ത് ബ്രാഞ്ച് സമ്മേളനം EK ഇമ്പിച്ചിബാവ നഗറിൽ നടന്നു. ഏരിയ കമ്മിറ്റി അംഗം ഗോപിദാസ് ഉദ്ഘാടനം ചെയ്തു. കലാകായിക രംഗത്ത് കഴിവ് തെളിയിച്ചവരെയും മുതിർന്നവരെയും സമ്മേളനത്തോടനുബന്ധിച്ച് ആദരിച്ചു. ആലപ്പുഴ തലവടി വിദ്യാഭ്യാസ ഉപജില്ലാ സംസ്കൃത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംസ്കൃത ദിനാഘോഷം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് തല കീഴായി മറിഞ്ഞു. പിക്കപ്പിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിക്ക് ഗുരുതര പരിക്കേറ്റു. ഡ്രൈവർ ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്നത് 3 പേർ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വീഡിയോഗ്രഫി ജോലി ചെയ്ത വീഡിയോഗ്രാഫർമാർക്ക് വേതനം അനുവദിക്കാത്തതിലും കരാർ ദുർവ്യാഖ്യാനം ചെയ്ത ഉദ്യോഗസ്ഥ നടപടിക്കുമെതിരെയും പ്രതിഷേധം. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം കുടപ്പനക്കൊന്ന് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കളക്ടറേറ്റിൽ സമാപിച്ചു. കൊല്ലം പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 87.5 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു പുതിയ ബ്ലോക്ക് നിർമ്മാണം. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ 1.5 കിലോയോളം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. മുണ്ടുകോട്ടക്കൽ സ്വദേശി ജോയിയാണ് അറസ്റ്റിലായത്. ജില്ലയിലെ മയക്കുമരുന്ന് ലോബിക്കെതിരെ നടക്കുന്ന റെയ്ഡിനിടെയാണ് ഇയാൾ പിടിയിലായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതുതായി നിയമനം ലഭിച്ച സെക്യൂരിറ്റി വിഭാഗം ജീവനക്കാർക്ക് ദേവസ്വം ആഭിമുഖ്യത്തിൽ പരിശീലനം നൽകി. ചീഫ് സെക്യൂരിറ്റി ഓഫീസർ, അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ തസ്തികയിലേക്ക് നിയമനം ലഭിച്ചവർക്കായിരുന്നു പരിശീലനം. TMC ബ്രോഡ്ബാൻഡ് കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് NCV ഹാളിൽ നടന്നു. TMC ചെയർമാൻ PV അയൂബ് അധ്യക്ഷത വഹിച്ചു. കേബിൾ TV ഉടമകൾക്ക് പുതിയ ഊർജം പകർന്നാണ് മീറ്റിംഗ് സമാപിച്ചത്.